മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 21-ാമത്തെ അധ്യായത്തിൻ്റെ 15 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലാണ് പത്രോസിനോട് ഈശോ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 3 പ്രാവശ്യം ചോദിക്കുന്നത് വായിച്ച് ധ്യാനിക്കുന്നത്. ഈശോ പത്രോസിനോട് ചോദിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. ഈശോ ചോദിക്കുന്നത് നിനക്ക് കഴിവുണ്ടോ എന്നല്ല, നിനക്ക് ശക്തിയുണ്ടോ എന്നല്ല, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. ദൈവം നോക്കുന്നത് നമ്മുടെ സ്നേഹത്തെയാണ്, നമ്മുടെ ശക്തിയോയോ നമ്മുടെ കഴിവിനെയോ അല്ല. നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ, മനുഷ്യനെ സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ട് എങ്കിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുള്ളവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറും. നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ട് എങ്കിൽ. പത്രോസ്ലീഹ 3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞു. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനെ കൊണ്ട് 3 പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയിപ്പിച്ചുകൊണ്ട് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതിൻ്റെ കേടുപാടുകളൊക്കെയും ഈശോ തീർക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പരാജയത്തിൽ നിന്ന് പോലും ദൈവത്തിന് നമ്മളെ ഉന്നതിയിലെത്തിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പരാജയങ്ങളെ ദൈവം ഉന്നതിയിലെത്തിക്കാനുള്ള മാർഗമായിട്ട് തിരഞ്ഞെടുക്കുമെന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. 3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞവനെ 3 പ്രാവശ്യം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയിപ്പിച്ചുകൊണ്ട് സഭയുടെ ഉന്നതിയിൽ എത്തിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തെ സ്നേഹിക്കാനായിട്ട് നിനക്ക് സാധിച്ചാൽ നിൻ്റെ ജീവിതത്തിൻ്റെ പരാജയങ്ങളെ പോലും ദൈവം വിജയത്തിൻ്റെ പടവായി മാറ്റുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. എത്രമാത്രം നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. നിൻ്റെ ജീവിതത്തിൽ നീ എത്രമാത്രം വീണുപോയാലും, എത്രമാത്രം തിന്മയുടെ അടിമയായി കിടന്നാലും, ആ അടിമത്തത്തിൽ നിന്ന് മാറി ദൈവത്തെ സ്നേഹിക്കാനുള്ള മനസ്സ് രൂപപ്പെടുത്തിയാൽ മതി. എന്തുമാത്രം താഴ്ചയിലാണോ നീ, അവിടുന്ന് ദൈവം നിന്നെ കൈപിടിച്ച് ഉയർത്തുമെന്നുള്ള കാര്യം മറന്നുപോയേക്കരുത്. ഈശോനാഥൻ പത്രോസിനോട് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ, അവൻ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശോ പറയും, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. കുഞ്ഞാടുകളെ ഭരിക്കാനല്ല, കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ സ്നേഹം. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ സ്നേഹത്തിന് സ്ഥാനമുണ്ടായിരിക്കണം. നീ അധികാരം പ്രയോഗിക്കുകയല്ല, സ്നേഹിക്കുക. അതാണ് ഈശോ നിന്നോട് പറയുന്നത്. നിൻ്റെ കുടുംബത്തിൽ നീ അധികാരം പ്രയോഗിക്കേണ്ട, നിൻ്റെ സമൂഹത്തിൽ നീ അധികാരം പ്രയോഗിക്കേണ്ട, സ്നേഹിച്ചാൽ മതി. അതാണ് ദൈവം നിനക്ക് നൽകിയിരിക്കുന്നത് എന്ന് നീ തിരിച്ചറിഞ്ഞുകൊള്ളുക. വീണ്ടും സുവിശേഷത്തിലേക്ക് വരുമ്പോൾ പത്രോസിനോട് ഈശോ പറയുന്നുണ്ട്, നീ ചെറുപ്പമായിരുന്നപ്പോൾ സ്വയം മരമുറുക്കി ഇഷ്ടമുള്ളിടത്തേക്ക് നീ പോയി. എന്നാൽ പ്രായമാകുമ്പോൾ നിനക്കത് സാധിക്കുകയില്ല, മറ്റുള്ളവർ നിൻ്റെ അരമുറുക്കി തരണം. ഇതിൻ്റെ അർത്ഥം ഞാൻ നിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. ഇതുവരെ നിൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നിൻ്റെ കൈകളിലായിരുന്നു. പക്ഷേ ഇനി മുതൽ ഞാൻ ആ നിയന്ത്രണം എടുക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പത്രോസ്ലീഹ തൻ്റെ നിയന്ത്രണം കൊടുത്തപ്പോൾ പത്രോസിനെ സഭയുടെ ഉന്നതിയിൽ എത്തിക്കുക. പിന്നീട് അവൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ, നിൻ്റെ ജീവിതം ഉയർച്ചയിലെത്തണമെങ്കിൽ, നിൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണത്തെ നീ ദൈവത്തിന് കൊടുക്കുക. നിൻ്റെ ചിന്തയുടെ നിയന്ത്രണത്തെ നീ ദൈവത്തിന് കൊടുക്കുക. നിൻ്റെ വികാരങ്ങളുടെ നിയന്ത്രണത്തെ നീ ദൈവത്തിന് കൊടുക്കുക. നിൻ്റെ പ്രവർത്തികളുടെ നിയന്ത്രണത്തെ നീ ദൈവത്തിന് കൊടുക്കുക. നിൻ്റെ ജീവിതത്തിൽ ഉന്നതിയും ഉയർച്ചയും ഉണ്ടാകും. നിൻ്റെ ജീവിതത്തിന് മാറ്റമുണ്ടാകും. ഇന്ന് എത്രമാത്രം തകർന്നു കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, പ്രതിസന്ധികളിലൂടെ നീ കടന്നു പോവുകയാണെങ്കിലും, നിൻ്റെ ജീവിതത്തിന് ദൈവം ഒരു മാറ്റം തരും. നീ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് നിന്നെ വിട്ടുകൊടുക്കുക. കരങ്ങളെ യാചനയോടെ പിടിക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും, നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, വിചാരങ്ങൾ, അധ്വാനങ്ങൾ, പഠനങ്ങൾ, എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത്, ഈശോയെ നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിക്ഷേപിച്ച് എൻ്റെ നിയന്ത്രണം നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടെന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, നൊമ്പരങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ എല്ലാ ഉപദ്രവങ്ങളും നിർവീര്യമായി തീരട്ടെ. ഈശോയെ, ഇവരുടെ വഴികളിൽ അങ്ങ് ഇവരെ സഹായിക്കണമേ, ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ, അധ്വാനങ്ങളിൽ ഇവരെ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.